ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളക്കടലയും കൊണ്ടുള്ളൊരു കറിയാണ്. ഈ കടല ഒരു ഗ്ലാസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അത് 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. കുതിർത്ത കടല ആയതുകൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം മതിയാകും. അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 സവാള ഇത് ചേർത്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് ആ എണ്ണയിലിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർക്കാം, ഗരം മസാല. ഇനി 1/4 കപ്പ് തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. ആ കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ടേസ്റ്റ് പോകും. തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ. ഇനി അടുപ്പത്ത് വെച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ വെള്ളക്കടലക്കറി വെച്ച് നോക്കണം. താങ്ക് യു.